അല്ല റൂമ, എന്നെ മേക്ക് ഓവർ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ. എന്താണ് എനിക്ക് ചെയ്യാൻ പോകുന്നത്? വികാസ് ചെയ്യുന്ന മേക്ക് ഓവർ എന്ന് വെച്ചാൽ ഒരു ഡെയിലി മേക്ക് ഓവറാണ്. ബ്രൈഡ്സ് ഗ്രൂമിനെയൊക്കെ മേക്ക് ഓവർ ചെയ്യുന്ന നല്ല അല്ലേ, അന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേയിൽ നല്ല സൂപ്പർ മേക്ക് ഓവർ ചെയ്യും. പക്ഷേ ഞാനിന്ന് വികാസിന് ചെയ്യാൻ പോകുന്ന ഒരു പെർമനൻറ്റ് മേക്ക് ഓവറാണ്. പെർമനൻറ്റ് മേക്ക് ഓവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ചെയ്യുന്ന ഒരാളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക, ഒരാളുടെ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യുക, സ്കിൻ ടെക്സ്ചർ കറക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള സർവീസുകൾ 3 സർവീസുകൾ നമ്മളിന്ന് വികാസിന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഐബ്രോസ് മൈക്രോബ്ലേഡിങ്, പിന്നെ അത് സ്കിൻ ടെക്സ്ചർ കറക്റ്റ് ചെയ്യൽ, പിന്നെ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യൽ, അത് സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു 2-3 മാസം കൊണ്ട് ചെയ്യേണ്ട സർവീസുകളാണ്. ഫോളോ അപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഏതൊരു സ്കിൻ ട്രീറ്റ്മെൻറ്റിനും നമുക്ക് ഫോളോ അപ്സ് വളരെ കമ്പൽസറി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഹോം കെയർ. ഇത് നാളെ മുതൽ സൺസ്ക്രീൻ ഉപേക്ഷിച്ചൊരു ജീവിതം ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സ്കിൻ കെയർ, സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾ എന്തെടുത്താലും ക്ലെൻസിങ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, നിങ്ങൾ എന്തിട്ടില്ലേലും ഇത് 3 ഫോളോ ചെയ്യുക. അപ്പോൾ വികാസിന് അതിനുള്ള സമയം ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. സമയം കണ്ടെത്തി ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉറപ്പായിട്ടും. കാര്യം നല്ലൊരു ക്യാൻവാസിലാണല്ലോ നല്ല പെയിന്റിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ക്യാൻവാസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓഫ് കോഴ്സ് വികാസിൻ്റെ ഒരു ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ ഗ്രൂം മേക്കപ്പ് അല്ലേ, ആ ഒരു ബ്രൈഡിൻ്റെ ഫേസ് നല്ല രീതിയിൽ പോളിഷ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് കുറച്ചുകൂടി ഈസി ആകും. 100% മേക്കപ്പിൻ്റെ ഒരു പെർഫെക്ഷൻ കൊണ്ട് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും അല്ലേ, അത് ബ്രൈഡ് ആണെങ്കിലും ഗ്രൂം ആണെങ്കിലും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ സ്കിൻ്റെ ഹെൽത്തും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകണം. ഹെൽത്തും അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ ഒത്തിരി അവൈലബിൾ ആണ്. സ്കിൻ ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ സ്കിൻ റിലേറ്റഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ, പ്രത്യേകിച്ച് ബ്രൈഡ്സ് ആണെങ്കിലും ഗ്രൂം ആണെങ്കിലും ഇതുപോലെ ഒരു 3 months ബിഫോറൊക്കെ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ വളരെ ഭംഗിയായിട്ട് മേക്കപ്പിൻ്റെ കൂടെ നിങ്ങളുടെ സ്കിന്നിൻ്റെ കൂടെ കറക്റ്റ് ആകുമ്പം സൂപ്പർ റിസൾട്ടായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് നല്ലൊരു പെയിൻറ്റിങ് നിങ്ങൾക്കും കൊടുക്കാൻ പറ്റും അല്ലേ. സത്യമാണ്. എൻ്റെ പല ബ്രൈഡ്സിനും നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്ഷനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്, അത് നല്ലൊരു സ്കിൻ കെയർ അവർ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയപ്പോൾ തന്നെയാണ്. അതെ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ, നമുക്കൊന്ന് തുടങ്ങണ്ടേ സർവീസൊക്കെ? തുടങ്ങാം. അല്ല ഡോക്ടർ, ഇപ്പൊ എനിക്ക് ചെയ്യുന്ന എന്ത് ട്രീറ്റ്മെന്റ് ആണ്? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലൂട്ടതയോൺ IV ആണ്. ഗ്ലൂട്ടതയോൺ IV എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഗ്ലൂട്ട മാത്രമല്ല, അതിന്റെ കൂടെ വിറ്റമിൻ സി ഉണ്ട്, കൊളാജൻ ഉണ്ട്, കോച്ചിക് ആസിഡ് ഉണ്ട്, മൾട്ടിപ്പിൾ ആന്റി ഓക്സിഡൻസ് ആൻഡ് വിറ്റമിൻസ് ഉള്ളതാണ് ഈ IV ട്രിപ്പിൽ ഉള്ളത്. ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് പോലും ഗ്ലൂട്ട IV എടുക്കുന്നത് വളരെ നല്ലതാണ്. ഡോക്ടർ, എന്റെ ഒരു മെയിൻ കൺസേൺ, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? ഗ്ലൂട്ടതയോണിന്റെ സൈഡ് എഫക്റ്റ് ആണ് സ്കിൻ വൈറ്റനിങ് എഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ. പണ്ട് പോസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയിട്ട് ആന്റി ഓക്സിഡന്റ് കൊടുത്തിരുന്നതാണ് ഗ്ലൂട്ടതയോൺ. അപ്പോൾ ആ പേഷ്യൻസിന് കണ്ടുവന്ന സൈഡ് എഫക്റ്റ് ആണ് സ്കിൻ വൈറ്റനിങ്. അപ്പൊ ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ട് ആണ് അല്ലേ? അതെ. അടിപൊളി. ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് എത്ര ഡ്യൂറേഷനിൽ നമുക്ക് കിട്ടും? നമുക്ക് റിസൾട്ട് ബോഡിയിൽ കണ്ടു തുടങ്ങാൻ തന്നെ 3 weeks എങ്കിലും മിനിമം എടുക്കും. കാരണം നമ്മുടെ ബോഡിയിലെ ലിവറിലൊക്കെ ഡിറ്റോക്സിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ സ്കിന്നിലോട്ട് റിസൾട്ട് വരുള്ളൂ. പിന്നെ പീക്ക് റിസൾട്ട് എന്ന് പറയുന്നത് എനിവേ 3 to 4 months എടുക്കും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം. അപ്പം ഒരു ബ്രൈഡൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 3 to 4 months മുമ്പ് റിസൾട്ടിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടതാണ് അല്ലേ?